വന്നു തുടങ്ങി. ഇപ്പൊ പാവ കളിക്കുമ്പോൾ മഹാത്മാഗാന്ധിനെ ഒക്കെ പിള്ളേർ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ എന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പോ പല വിഷയങ്ങളും പാവകഥകളിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ പണ്ട് കാലത്ത് ഈ പണ്ടാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആണ്ടിപ്പണ്ടാരൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു പണ്ട് കാലങ്ങളിൽ വീടുകൾ കയറി ഇറങ്ങി പാട്ടുപാടി അവിടുത്തെ ദ്രവ്യങ്ങൾ സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ പോകും നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്ന് അവിടെ വരിക്കാശ്ശേരി പിന്നെ പൂമുള്ളി മനക്കിലൊക്കെ വന്നില്ല പണ്ട് കാലത്തിട്ടോ സമയത്ത് വരും. അപ്പൊ ഇവര് ഹരീഷൊക്കെ പറഞ്ഞ വെച്ചാല് ഇപ്പൊ ഇവരൊക്കെ അച്ഛനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് വരും. പണ്ട് മൊബൈലുകളൊന്നുമല്ലോ, അവര് ഇതൊക്കെ പാവയൊക്കെ എടുത്ത് പോയാൽ ചിലപ്പോൾ 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പൊ എന്ന് വരുമെന്ന് പോകുന്ന അറിയില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ ഇതിനെ റിവൈവ് ചെയ്ത് ഇങ്ങനെ ഒരു പെർഫോമിംഗ് സ്പേസിലേക്ക് പണ്ടിങ്ങനെ ഒരു വീടുകളിൽ കയറി പാവ കളിച്ച് ദ്രവ്യം മേടിച്ച് ജീവിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ ചില വീടുകൾ മാത്രമേ പോകുള്ളൂ. അതിന്ന് മാറിയിട്ട് ഇതിനെ ഒരു പെർഫോമിംഗ് സ്പേസിലേക്ക് കൊണ്ടുവന്ന പിന്നെ ഈ പാവകളാണ് കേരളത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് പല മ്യൂസിയങ്ങളിലും വിദേശ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിൽ ഇന്ന് കാണിക്കുന്നത് ഈ പാവകളാണ്. അത് കഥകൾ എന്തായിക്കോട്ടെ, പക്ഷെ ഇതിന്റെ മിനിയേച്ചേഴ്സ് ആണ് പല സ്ഥലങ്ങളിലും ഇന്ന് മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നത്.
പക്ഷെ ആ ഒരു പാവയ്ക്ക് കിട്ടിയിട്ടുള്ള ആ പ്രാധാന്യം പക്ഷെ ഈ പാവങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ കടകൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോ ഈ ഒരു 3-4 ഗ്രൂപ്പ് ആൾക്കാർ മാത്രമാണ് ഇന്ന് ഇത് ജീവിച്ചിരിക്കുന്നവരുള്ളൂ. അപ്പോ അതിൽ ഹരീഷാണ് ഇദ്ദേഹത്തിന്റെ മകൻ, ചെറുപ്പക്കാരൻ. ബാക്കി 2-3 ഏട്ടനിയന്മാരാണുള്ളത്. അങ്ങനെ ചെറിയ കുടുംബം മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ. പിന്നെ അവർ ചെയ്യുന്ന അതിനെ ഒരു കഥകളുടെ രൂപത്തില് ദീപങ്ങൾ ഉണ്ടാക്കി അവർ എക്സ്പ്ലെയിൻ ചെയ്യും. 3-4 പാവങ്ങളുണ്ട്. അപ്പൊ അത് ഓരോ കഥകളെ ബേസ് ചെയ്തിട്ട് അവരത് നരേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യമായിട്ട് തുടങ്ങാനുള്ള കാരണം അച്ഛൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛന് വയസ്സായിട്ട് ഞാൻ വന്നതാണ്. അതിന് ശേഷം ഞാൻ എവിടേക്കും പോയില്ല. ആ കാരണം കൊണ്ട് എനിക്ക് അച്ഛൻ്റെ ഒരു പഠിപ്പമൊക്കെ പഠിപ്പിച്ചു തന്നു. പാവക്കഥകളുടെ ഒരു സമ്പ്രദായം ഒക്കെ എല്ലാം പറഞ്ഞു തന്നു. അതുകൊണ്ട് അങ്ങനെ നിലനിർത്തിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അച്ഛനും ചില പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്നു. വേഷങ്ങൾ എടുക്കാനും തന്നു. എടുത്തിട്ട് ആ പരിചയം കൊണ്ട്, ആ ശീലം കൊണ്ട് ഞങ്ങൾ എടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കല ഇങ്ങനെ ആലോചിച്ച് ചെയ്യുന്നപ്പോൾ തിരക്കടില്ല, ഇത് നന്നാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാലങ്ങൾ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ ഈ പാവക്കഥ കളി വിട്ടില്ല. വിടാത്ത കാര്യം കൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് കുറേ കാലങ്ങൾ ജീവിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ടായിരുന്നു സഞ്ചരിക്കാൻ. അവിടുന്ന് അങ്ങനെയും വീട്ടിലിരുന്നിട്ടും പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഈ പാവകളി തന്നെ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷേ അച്ഛൻ പിന്നെ മരിച്ചും പോയി ചെയ്തു. അതിന് ശേഷം ഈ കല ഞാൻ അറിഞ്ഞില്ല. എല്ലാം കൊണ്ടും പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കുറേ പിന്നെ കാലങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, ഒരു കെ വി രാമകൃഷ്ണൻ പറഞ്ഞ ഒരാൾ. അയാളും ഞാനും കൂടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ പോയി പരിചയപ്പെട്ടിട്ട് കഥയൊക്കെ മനസ്സിലാക്കി പാട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ശേഷം പോയി വന്ന കാര്യം കൊണ്ട് മൂപ്പരും ഞങ്ങളെ വേണ്ടിച്ച് ഞങ്ങളെ വിട്ടില്ല. പിന്നെ അവരുടെ കൂടെ എങ്ങനെ സഞ്ചരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പോയ ശേഷമാണ് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് ഓരോ പരിപാടികൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു ഉണ്ടായിരുന്നത് ഡൽഹി അക്കാഡമിയിൽ നിന്ന് ഒരു പരിപാടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനോട് കേരളത്തിൽ ഇരുന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ശേഷമാണ് പരിപാടികൾ കിട്ടാനും പല രാജ്യങ്ങൾ പോകാനും ഉണ്ടായിരുന്നത് സന്ദർഭത്തിൽ ചെയ്തതാണ്. അതിനുശേഷം മുതൽ ഇതുവരെ ഞങ്ങൾക്ക് ഈ കല വിട്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നടക്കണമെന്ന് മാത്രമേ. പുതിയ തലമുറ എൻ്റെ മകൻ ഒരാൾ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരാൾ. ഇതങ്ങനെയാണ് 2-3 ആൾക്കാർ സെറ്റായിട്ട് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ എവിടേക്കും പോകാൻ പറ്റിയില്ല. പിന്നെ അവരായിട്ട് എടുത്ത് നടന്നോളും പറഞ്ഞിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഓരോന്നും ചെറുതായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നു ഞങ്ങൾ. അങ്ങനെ ഇനി അവർ ദൂര സ്ഥലങ്ങളിൽ എവിടെയും പോകാൻ പറ്റില്ല. ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇതേമാതിരി പാവകൾ ഉണ്ടാക്കുന്നത് പണ്ട് ആശാരിമാർ കൊച്ചുപണിക്കാരുണ്ടായിരുന്നു. ആശാരി കൊച്ചുപണിക്കാർ അവര് കൂടെ പറഞ്ഞിട്ടാണ് അച്ഛന്മാർ കൊച്ചുപണിക്കാരനോട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊത്താനൊക്കെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയാം. അപ്പോൾ പാവക്കഥകളി രൂപത്തിലെ പാവകൾ ഉണ്ടാക്കാൻ തരാൻ പറ്റുമെന്ന് ഞങ്ങളോട് ചോദിച്ചു. ഒരു 2-3 വേഷങ്ങൾ, ഒരു സ്ത്രീ വേഷം, ഒരു പുരുഷ വേഷം, ഒരു കൃഷ്ണൻ, അങ്ങനെ 2-3 പാവകൾ ഉണ്ടാക്കിയ ഞങ്ങൾ വയറ്റിപ്പഴുപ്പിനെ സഞ്ചരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഞങ്ങൾ നോക്കട്ടെ, പരമാവധി നോക്കട്ടെ പറഞ്ഞു. അവന് ഒരു 2 മാസം 1 മാസം ഇങ്ങനെ പോയപ്പോൾ അച്ഛൻ പോയി. എന്തായി ഞങ്ങളുടെ കാര്യം, ഇത് കിട്ടിയാലേ ഉപജീവൻ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശരി ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസമായി കിട്ടാൻ വേണ്ടി അത് 2 കൈയും ഒരു തലയും ഒക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, അച്ഛന്മാരായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ചുരുങ്ങിയതിപ്പോൾ ഒരു 3-4 കൊല്ലം 5-10 കൊല്ലം കഴിഞ്ഞു തന്നിട്ട്. അത് ഇതിൽ തന്നെ വേറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ അതിൽ നിന്ന് പിന്നെ ഇവര് എന്ത് ചെയ്തു, ചായയും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാൻ വഴിയില്ല. തൽക്കാലം നിങ്ങൾ ചായകളൊക്കെ വല്ല ചെന്തൂരോ ഈ മഷിയോ ഈ ചോക്കോ ഇതൊക്കെ ഇട്ടിട്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഇവരെന്നെ തുന്നി പിടിപ്പിച്ചിട്ട് അച്ഛനൊന്ന്, വലിയച്ഛനൊന്ന്, ചെറിയച്ഛനൊന്ന്, ഇങ്ങനെ 3 ആളും കൂടിയിട്ട് വാറോപ്പായിട്ട് അവർ സഞ്ചരിക്കാൻ പോയതാണ് രാജ്യങ്ങളിൽ. വലിയ വലിയ വേഷങ്ങൾ ഇങ്ങനെ വേഷങ്ങളൊക്കെ പോകും. നായന്മാർ വീടുകൾ, പൊതുവാൾ വീടുകൾ, അമ്പലാക്ഷ വീടുകൾ, മന, വാര്യം,
ഇങ്ങനത്തെ വീടുകളിലൊക്കെ ഇവർ പോകുള്ളൂ. വേറെ വീടുകൾക്കും അറിയില്ല പാട്ടുകളുടെ ഇത്. മഹാഭാരതമല്ലേ അപ്പോൾ വൈകുന്നത് പറയുന്നതും അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആയതുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചിട്ട് കുറേ കാലങ്ങൾ ജീവിച്ച് അവർ നടന്നതാണ് കുടുംബം. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഈ കുടുംബം ഞങ്ങളൊക്കെ അച്ഛൻ വളർത്തിയതും പിടിച്ചതും. അല്ലാണ്ട് വേറെ വരുമാനം ഒന്നുമില്ല ഞങ്ങൾക്ക്. ഇത് ശരിക്കുമുള്ള മരം കുബൂരാണ് മരം. എന്നാൽ ഈ ചെത്ത് പണിക്കും ഈ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മറ്റേ മരങ്ങളൊന്നും പൊട്ടിപ്പോകും, തടിയൊക്കെ പൊട്ടിപ്പോകും. അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ഇതൊക്കെ മരങ്ങളൊക്കെ ഇതാണ് കുമിഴാണ്. നമ്മൾ പഴയ പാവകൾ പ്ലാവ്, ഈ വരിക്ക് പ്ലാവ്, ഇതൊക്കെ പാവകളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 300 കൊല്ലത്തിന് പഴക്കമുണ്ട്. ഒരു പഴയ മറ്റുള്ളവർ ഇങ്ങോട്ട് പോകാം. നമ്മുടെ കലാകാരെ പരിചയപ്പെടുത്താം. അദ്ദേഹം
ചെറിയച്ഛനാണ് ലക്ഷ്മണപുരവർ. ഇദ്ദേഹം ബാലസുബ്രഹ്മണ്യൻ. ഇത് രാകേഷ്. ഇത് അച്ഛനാണ് വിശ്വനാഥപുരവർ. ഇത് വിഷ്ണു സഹോദരനാണ്. ഇത് അമ്മ പുഷ്പലത. തോൽപ്പാവൂർ 92 ശേഷമാണ് സ്ത്രീകളുടെ സാന്നിധ്യം തോൽപ്പാവൂരിൽ വന്നു തുടങ്ങിയത്. അങ്ങനെ ആദ്യമായി തോൽപ്പാവൂരിലേക്ക് വന്ന സ്ത്രീ അമ്മയാണ്. അങ്ങനെ ഇപ്പൊ ഒരുപാട് പാവകൾ നിർമ്മിക്കുന്ന അമ്മയാണ്. ഇപ്പൊ ഇതിന്റെ ഭാഗമായി അമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ ലഭിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സംഘം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞു ചോദിക്കാം.
മൂപ്പൻ നായരാണ് ഇവിടുത്തെ ഭരണാധികാരി. ആ കുടുംബത്തിലെ മൂത്താണ് ഒരു പറയപ്പെട്ട പന്തരിങ്കുരം. അതിലെ കാരക്കൻ മാതാവിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വേണാട് സ്വരൂപത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഒരു ഉടപാടുമായിട്ടാണ് ഈ പ്രദേശത്തെ 96 ദേശങ്ങൾ എത്തിപ്പിടിച്ച് നാടുവാഴിയായിട്ട് വന്നിട്ടുണ്ട്. അത് വടക്ക് തെക്ക് പാലപ്പുഴ, വടക്ക് മുണ്ടക്കോട്ട് കുറിച്ച് നടത്താറുണ്ട്, കിഴക്ക് കന്യമ്പുറം തോട്, പടിഞ്ഞാറ് ഓങ്ങല്ലൂർ. ഈ ഇതിൻ്റെ ഇടയിൽ 96 ദേശങ്ങളിലെ ഭരണാധികാരികളാണ് അവർ. എല്ലാ പഴയകാലത്ത് സൈന്യങ്ങളുണ്ടായിരുന്നു, യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളവർ, മാമാങ്കത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ, കാവലുകൾ, കളരി സൈന്യങ്ങളൊക്കെ. പക്ഷേ ആ കാലത്തൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു അവിടെ. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തകർച്ച വന്നത് മക്കത്തായ മരുമക്കത്തായ കേസുകളാണ്. അതെന്നു വെച്ചാൽ അവരുടെ കേസുകളെ മക്കളുടെ സ്ഥാനസ്വത്താണ്. മൂപ്പന്മാർക്ക് സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മക്കൾക്ക് കൊടുക്കാനുള്ള അധികാരമില്ല. അത് മരുമക്കൾക്കാണ്, പെങ്ങളുടെ മക്കൾക്കാണ്. അതിനെതിരെ മക്കൾ കേസ് കൊടുത്തു. 1934 മക്കൾ കേസ് കൊടുത്തു. 1933 കേസ് കൊടുത്തപ്പോൾ അത് ഇപ്പോഴും അന്ന കാലത്ത് ലണ്ടനിലെ പ്രിവി കൗൺസിലാണ് കേസ് വന്നത്. പിന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഇപ്പോഴും അതിൻ്റെ വിധി മക്കൾക്ക് സ്ഥാനസ്വത്താണ്. ഒരു 34 കൈകാര്യം ചെയ്യുന്ന സ്വത്തുക്കളിൽ മക്കളുടെ അവകാശമില്ല, മരുമക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ബാക്കി എല്ലാ നായർ കുടുംബങ്ങളിലും മക്കളുടെ സ്വത്തിന് അവകാശമുണ്ട്. ഇവിടെ പ്രത്യേകത സുപ്രീം കോടതി വിധിയാണ്. ആ സ്ഥാനസ്വത്തായിട്ട് എപ്പോഴും നിർണ്ണയിക്കാം. ഇത് കാരണമാണ് ഈ പ്രദേശങ്ങളിൽ ആയിട്ട് കിടക്കുന്നത്. അത് തെക്ക് വരെ ചില സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കേസുകൾ കൂടി വന്നപ്പോൾ 1964 റഷീവർ ഭരണത്. അപ്പോൾ റഷീവറെ ഭരണത്തിലാണ്. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ സ്വത്തുക്കൾ ഈ മുഖം കൈകാര്യം ചെയ്യുന്നത്. നാളെ ഇവിടെ രാത്രി 1 മണിയൊക്കെ മാത്രം നാളെ 2 മണി 1 മണി 2 മണി സമയത്ത് രാത്രി വന്നാൽ കാണാതാണ്. അത് ഭയങ്കര സ്പെഷ്യലാന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. അത് കയറ് കെട്ടിയിട്ട് ഗരുഡൻ പറക്കണ മാതിരി ഇങ്ങനെ ഇവിടെ വരുത്തത്. നാളെ ഗരുഡനെ പറഞ്ഞു. നാളെ ഗരുഡനെ പഠിത്തം അല്ലേ? 18-19. അത് എത്ര മണിക്കുണ്ടാവുക? അത് 2 മണിക്കാവും. 2 മണിയാവും. പേരെന്താ? 8 പേര്? എൻ്റെ മുത്തുനായർ. 60 കൊല്ലം ഈ സാധനം വയ്ക്കാൻ 60 കൊല്ലം. ഇദ്ദേഹം 60 വർഷം എത്ര നേരം കത്തിയിരിക്കും? ഇത് രാവിലെ 5 മണി വരെ. ഇതിൽ നഷ്ടമുണ്ടെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ കേടും. അപ്പോൾ കഴിയുമ്പോൾ എണ്ണ വയ്ക്കും. എണ്ണ വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയല്ലേ ഒഴിക്കുക? അല്ലല്ല, പിന്നെ അവിടെ 34 ഉള്ളപ്പോൾ അതാണ്. ഇതൊക്കെ അന്ന് പണ്ട് 34 ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ ഇതിൽ പകുതി പോകാറുള്ളൂ. ഈ കുറേ അതിലുണ്ട്. ശരി. അത് കൂത്തുകാർ നമുക്ക് കുഴപ്പമില്ല, കൂത്തുകാർ കൊണ്ടുവരും. ഇത് ഉപയോഗിക്കില്ല? ഇത് ഉപയോഗിക്കും. ഇതൊക്കെ വേറെ ഭാഗം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. ശരി. ഇത് അമ്പലത്തിന്റെ അവരുടെ അന്ന് ഉണ്ടാക്കിയിട്ടില്ല. 1400 വർഷം പഴക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഒന്ന് പിടിക്കാം. പകുതി പോകണം അല്ലേ? അത് ആര് നേരാക്കല്ലേ? ഇവിടെ കുറച്ച് ശരി നിന്നത്. ഫോട്ടോ ഫോട്ടോ